നമസ്കാരം. ഇന്ന് നമുക്ക് ആയുർചര്യയിലൂടെ പരിചയപ്പെടേണ്ടത് നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഒരുപോലെ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ, നമുക്ക് എങ്ങനെ അമിതമായിട്ടുണ്ടാവുന്ന വയറും വണ്ണവും ഒക്കെ കുറയ്ക്കാമെന്നുള്ളത്. ഈ വയറും വണ്ണവും കുറയ്ക്കുക എന്നുള്ളത് ഒരു അട്രാക്ഷന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇത് നല്ല ആരോഗ്യമുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ട് ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അതിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്, ഇതുപോലെ തന്നെ ഓവറോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ട് ഇരുത്താൻ സഹായിക്കുന്നുണ്ട്. കൂടെ നമുക്ക് ബോണസ് ആയിട്ട് നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിന് എല്ലാം വേണ്ടത് പുറമേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ എങ്കിലും അതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് എന്തെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ദഹന വ്യവസ്ഥ നന്നായിട്ടിരിക്കണം. ദഹന വ്യവസ്ഥ ശരിയല്ലെങ്കിൽ അത് ചർമ്മത്തിൽ ചില പ്രശ്നങ്ങളായിട്ട് കാണപ്പെടാം, ചില സ്കിൻ ഡിസീസസ് ആയിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെടാം. അതിപ്പം കുരു രൂപത്തിൽ, പിമ്പിൾസ് രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചില എക്സിമ, സോറിയാസിസ് കണ്ടീഷൻ അതുപോലെ ആയിരിക്കാം. ഇനി മുടിയുടെ കാര്യം എടുത്താലോ, ഒരു കാരണവും ഇല്ലാതെ വെറുതെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഹെയർ പാക്ക് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാവും, അതിനൊന്നും ഒരു റിസൾട്ടും ഇല്ലാതിരിക്കും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു മടുപ്പോ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതോ, നമുക്ക് ഇതുപോലെ ഒരു കോൺഫിഡൻസ് കുറവൊക്കെ തോന്നാറില്ലേ? അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ വീഡിയോസിലും കേട്ട് മടുത്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ഡയറ്റിനെ കുറിച്ച് പറഞ്ഞത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡയറ്റിൽ തന്നെ നിങ്ങൾ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, സ്കിൻ കെയറിൽ എന്ത് ചെയ്യണം, ഹെയർ കെയറിൽ എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ താൽക്കാലികമായിട്ടൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സ്കിന്നും ഹെയറും ബോഡിയും ഒക്കെ ഹെൽത്തി ആയിട്ടിരുത്താൻ പറ്റുന്ന ടിപ്സുകളാണ്. കുഞ്ഞു കുഞ്ഞു ടിപ്സാണ്. ഫോളോ ചെയ്ത് നോക്കൂ, വളരെ വലിയ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും ലൈഫിൽ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ചിയ പുഡിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ബേസായിട്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത് നമ്മുടെ റോൾഡ് ഓട്സ് ആണ്. ഓട്സ് എടുക്കുമ്പോൾ റോൾഡ് ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ് എന്നൊക്കെ നോക്കിയെടുക്കണം, ഇല്ലെങ്കിൽ അത് നമുക്ക് ഹെൽത്തിന് നല്ലതല്ല ഡെയിലി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചിയ സീഡും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രൂട്ട്സിൻ്റെ പ്യൂരി വേണ്ട എന്നുണ്ടെങ്കിൽ സാധാരണ പാല് നിങ്ങൾക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ യോഗേർട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ അല്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മാംഗോയും ഒരു പഴം ഉള്ളതുകൊണ്ട് അതെടുത്തു. അതൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നതായതുകൊണ്ടാണ് കാണിച്ചത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം അവോക്കാഡോയോ അല്ലെങ്കിൽ പഴവും ആപ്പിളും കൂടെയുള്ള സ്മൂത്തിയോ ഏത് വേണമെങ്കിലും എടുക്കാം. അല്പം പാലും കൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പ്യൂരി ഞാൻ ഈ ഒരു മിക്സിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലിപ്പം ഷുഗറിനായിട്ട് ഇതിൽ ഞാൻ തേനൊന്നും ചേർത്തിട്ടില്ല. മറ്റേ മധുരം പഞ്ചസാര രൂപത്തിൽ ഒന്നുമേ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേന് ചേർക്കാം കേട്ടോ. അല്ലാതെ തന്നെ അല്പം ഈ ഒരു ഫ്രൂട്ട്സിൻ്റെയൊക്കെ തന്നെ ഒരു മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം നാച്ചുറൽ സ്വീറ്റാണ് നല്ലത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നെക്സ്റ്റ് ഒരു 3 വാൾനട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമുള്ളതല്ല, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ മധുരത്തിന് എക്സ്ട്രാ ഒരു ഈത്തപ്പഴം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം ചേർത്തിട്ടുണ്ട്. അതും ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു ക്രഞ്ചി ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പംകിൻ സീഡും അല്പം ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെവിയാണ്. നമുക്കൊരു ഉച്ച സമയം വരെ തന്നെ ഇത് വിശപ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഈ ചിയ സീഡിനെയൊക്കെ തന്നെ നന്നായിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ. കുതിർത്ത് ചിയ സീഡ് നമ്മളെപ്പോഴും ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ വയറിന് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു രൂപം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി അതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള നട്ട്സുകൾ ചേർക്കാം. അത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പം നട്ട്സ് ഇത്രയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലെ ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് നമുക്ക് ഓട്സും ചിയ സീഡും ഒക്കെയാണ് വേണ്ടത്. ഇനി ഇത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നെക്സ്റ്റ് ഡേ അതിൻ്റെ ടോപ്പിങ്സ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കയ്യിലുള്ളത് എടുക്കാം. ഇനി ഇത് തന്നെ അത്യാവശ്യം ഹെവിയാണ്. ഫ്രൂട്ട്സ് കയ്യിലില്ലെങ്കിൽ ചേർക്കണമെന്ന് നിർബന്ധവുമില്ല. ഞാൻ അല്പം അനാറ്, പോമഗ്രാനൈറ്റൊക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഡെക്കറേഷന് കാണാൻ ഭംഗിക്ക് വേണ്ടി ചേർത്തു എന്നുള്ള ഒരു ക്രഞ്ചി ഇഫക്റ്റിന് ഒരു
1 സ്പൂണോളം കോൺഫ്ലേക്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇതുപോലെ തന്നെ മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഒരു തവണയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ എണീക്കണം. നേരത്തെ എണീക്കാൻ മടിയാണോ? ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേത് എന്നാണ് പറയുന്നത് അഷ്ടാംഗ ഹൃദയം. ബ്രാഹ്മേ മുഹൂർത്തത്തിൽ എണീക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഒരു 5 മണിയിലും അധികം ഉറങ്ങാതിരിക്കുക, 5 മണിക്ക് എഴുന്നേൽക്കുക. ഈ നേരത്തെ എണീക്കണം എന്ന് പറയുമ്പം 12 മണിക്കും 1 മണിക്കും ഉറങ്ങിയിട്ട് 5 മണിക്ക് എണീക്കുന്നതല്ല കേട്ടോ. കൃത്യമായിട്ടൊരു 8 മണിക്കൂർ, അതും ഇല്ലെങ്കിൽ ഒരു 7 മണിക്കൂറെങ്കിലും ഒരു അഡൾട്ടിന് ശരിയായിട്ടുള്ള ഉറക്കം കിട്ടണം. എങ്കിലേ നമ്മുടെ ഹോർമോൺ ലെവൽ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ മെറ്റബോളിസം നോർമലായിട്ട് നടത്തുള്ളൂ, നമ്മുടെ മെമ്മറി പവറിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഉറങ്ങാൻ മറക്കില്ലല്ലോ 7 മണിക്കൂർ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ ഹൈഡ്രേറ്റ് ആക്കി നിലനിർത്തിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ബോഡി ഡ്രൈ ആവും. ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ ചുണ്ടുകളുടെ ആരോഗ്യം, ബോഡിയുടെ സ്കിന്നിൻ്റെ ആരോഗ്യം, മുടിയുടെ ആരോഗ്യം, മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. യൂറിനറി സ്റ്റോണൊക്കെ കോമൺ ആയിട്ട് കേട്ടിട്ടില്ലേ? പ്രത്യേകിച്ചും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. അത് AC-യിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ വെള്ളം കുടിക്കാൻ മറന്നു പോകുന്ന പ്രശ്നമുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. പിന്നെ മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്തി ഡയറ്റും എക്സസൈസും നമുക്ക് വളരെ മസ്റ്റാണ് കേട്ടോ. ഇതിൽ എക്സസൈസിനെ ഞാൻ വിട്ടുപോയതല്ല. എക്സസൈസ് ഒരു 30 മിനിറ്റെങ്കിലും ചെയ്യണം, മറക്കരുതേ. അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് വഴി നല്ല ഓക്സിജൻ സപ്ലൈ ഉണ്ടാവും. എപ്പോഴും നല്ല ഉണർവോടെയും ഓർഗൻസിനൊക്കെ നല്ല ആ ഒരു പ്രവർത്തനക്ഷമതയ്ക്കും ഒക്കെ തന്നെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ട് ഈ കുടവയറും ഫാറ്റ് ഡെപ്പോസിഷനൊക്കെ നടക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. തടി കൂടി എന്നുള്ളതൊരു പ്രശ്നമല്ല, അല്പം ചബ്ബിയായിട്ടിരിക്കുന്നത് കാണാനും നല്ല ചേലാണ്. പക്ഷെ അത് മാത്രം പോരല്ലോ, നമുക്ക് ഒരു അമിതമായിട്ട് വെയിറ്റ് വരുമ്പോൾ, ഒബേസിറ്റിയിലോട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അത് ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ എല്ലാം തന്നെ ഒരു കാരണം ഇതുപോലുള്ള പൊണ്ണത്തടിയാണ്. പൊണ്ണത്തടി അല്ലെങ്കിൽ കുടവയറ്. ഇത്തരം ആളുകൾക്ക് ഡയബറ്റീസ് ആയിട്ടോ അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രൽ ഇഷ്യൂസ് ആയിട്ടോ നമുക്ക് കാണപ്പെടാം. ഇതും അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഫാറ്റി ലിവർ എന്നുള്ളത്. ഈ ഫാറ്റി ലിവർ നിസ്സാരക്കാരനായ ഒന്നല്ല കേട്ടോ. അത് പിന്നെ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ മാറിക്കഴിഞ്ഞാൽ അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവും. അപ്പം അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കുടവയറും പൊണ്ണത്തടിയും നമ്മുടെ മെലിഞ്ഞിരിക്കുന്നു, തടിച്ചിരിക്കുന്നു എന്നുള്ള ആ കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു BMI അമിതമായി കഴിഞ്ഞാൽ ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കപ്പെട്ടേക്കാം. ചെയ്യേണ്ടത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വയറിൻ്റെ pH ഒക്കെ നോർമലാക്കാൻ ഒരു 2 ഗ്ലാസ് നോർമൽ വാട്ടർ കുടിക്കാം, മറ്റൊന്നും ചേർക്കേണ്ടതില്ല. ഇനി നിങ്ങൾ വെയിറ്റ് ലോസിന് ഒക്കെ ആഗ്രഹിക്കുന്നതും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരുമാണെങ്കിൽ അല്പം ചിയാ സീഡ് ചേർത്തിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ സിനമൺ ചേർത്തിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിലായാലും അമിതമായിട്ട് നാരങ്ങ നീര് ചേർക്കരുത്, വളരെ മൈൽഡായിട്ട് അതും തേനും കൂടെ ചേർത്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അതുപോലെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒന്നാണ് കുക്കുംബർ ജ്യൂസ്. പൊതുവേ ഒരു പൈത്തിക പ്രകൃതി ആയതുകൊണ്ട് ആ ഒരു ചൂടിനെ ശമിപ്പിക്കാനും ശരീരത്തിന് ഓക്കെ ആയിട്ടുള്ളതുമാണ് കുക്കുംബർ. തണുപ്പുള്ളതായതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് മാറ്റം വരുത്താം. ബോഡി ഹീറ്റ് കൂടുതലാണെങ്കിൽ അല്പം കസ്കസോ ചിയാ സീഡോ അല്പം ഒരു കൂടുതൽ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് അത് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ഒരു 2 ഡ്രിങ്കിന് ശേഷം നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ഓരോ ദിവസത്തെ ഫുൾ എനർജറ്റിക് ആയിട്ട് ഇരുത്താൻ സഹായിക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഇഡലിയും പുട്ടും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും അത് തന്നെ വേണം എന്നില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഓട്സ് സ്മൂത്തി പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ചിയാ സീഡ് പുഡിങ് പോലെയുള്ളതോ നമ്മുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇടനേരങ്ങളിലാണെങ്കിൽ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴോ അല്പം ABC ജ്യൂസ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി ABC ജ്യൂസ് തന്നെ അല്ലെങ്കിലും നമ്മുടെ ആയുർചര്യയിൽ പറഞ്ഞിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അതോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി പറയാനുള്ളത് രാത്രി എന്ത് കഴിക്കുന്നു എന്നതിലുപരി അത് നമ്മൾ ഒരു 7 മണിക്ക് മുൻപേ കഴിക്കണം എന്നുള്ളതാണ്. ഡിന്നർ നേരത്തെ ആക്കി കഴിഞ്ഞാൽ ഇതിപ്പം അങ്ങനെ ആർക്കെങ്കിലും ഡിന്നർ നേരത്തെ ആക്കിയിട്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബാക്കിയുള്ളവർക്കും കൂടെ ഒരു വിശ്വാസയോഗ്യമാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരൊറ്റ കാര്യം അതാണ്.
ഡിന്നർ നേരത്തെ കഴിക്കുക എന്നുള്ളത്. ആ കഴിക്കുന്നത് തന്നെ ഡിന്നർ ഒന്ന് രാവിലെ ഉച്ചയ്ക്കൊക്കെ അത്യാവശ്യം ഹെവി ആയിട്ട് കഴിച്ചാലും ഡിന്നർ ഒന്ന് കുറച്ച് നേരത്തെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റം കാണാൻ പറ്റും. നമുക്കുണ്ടാവുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ ശമനം കാണുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ കുടവയറിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് പറഞ്ഞിട്ടുള്ളത്. അറിയാവുന്നവരാണെങ്കിൽ വിട്ട് കളഞ്ഞേക്കിയ വീഡിയോ ഇനി അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം.